ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് കാതലായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. 7 താരങ്ങളാണ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബ് വിട്ടിട്ടുള്ളത്. 2 താരങ്ങൾ ക്ലബിലേക്ക് വരികയും ചെയ്തു. അടുത്ത സമ്മറിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ വിപിൻ മോഹനനെ സ്വന്തമാക്കാൻ ഇപ്പോൾ വമ്പന്മാരായ മുംബൈ സിറ്റിക്ക് താല്പര്യമുണ്ട് എന്ന റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. വരുന്ന സമ്മറിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി അവർ ശ്രമിച്ചേക്കാം, അതല്ലെങ്കിൽ അവർക്ക് താല്പര്യമുണ്ട് എന്ന റൂമറാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊരു റൂമർ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. ഏത് രൂപത്തിലാണ് ഇത് പുരോഗമിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വിപിന് കേരള ബ്ലാസ്റ്റേഴ്സുമായി 2029 വരെയുള്ള ഒരു കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ഇത്രയും മികച്ച താരത്തെ കൈവിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ വളർന്നു വന്ന താരമാണ് വിപിൻ. മധ്യനിരയിലെ പ്രധാനപ്പെട്ട താരമാണ്. ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് അദ്ദേഹത്തിനുണ്ട്. വലിയ ഭാവിയുണ്ട്. യുവതാരമാണ്. അതുകൊണ്ട് തന്നെ ക്ലബ് അദ്ദേഹത്തെ കൈവിടില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മുടെ മാനേജ്മെന്റിന്റെ കാര്യമാണ്. സഹലിനെയും ജീക്സനെയും ഒക്കെ ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വിറ്റഴിച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊരു കേവലം റൂമർ മാത്രമായി അവശേഷിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് വരുന്ന സമ്മറിൽ നമുക്ക് കാണാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.